ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈറോഡാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, സൗത്ത് ഇന്ത്യയിലെ ഡ്രസ്സുകൾ വൻ വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലമാണ് ഈറോഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകൾക്ക് മാത്രമായിട്ട് തിങ്കളാഴ്ച ഒരു മാർക്കറ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്. വൻ വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റും. ഇവിടുത്തെ റേറ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഈറോഡിൽ നിന്നും തിരുപ്പൂരിൽ നിന്നും ആയിരക്കണക്കിന് കച്ചവടക്കാരാണ് ഈ മാർക്കറ്റിൽ ഈ രാത്രി ഇവിടെ എത്തുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ്. ഈ ഒരു ഏരിയയിൽ ഇതേപോലത്തെ ഒരു 4-5 ബിൽഡിങ്ങുകളിലായിട്ടാണ് ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളെല്ലാം എത്ര രൂപയാണ്, ഇവിടുത്തെ ഡ്രസ്സിന്റെ വിലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വീഡിയോ കാണുക. ഈറോഡ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ്. ഗാന്ധി റോഡ് എന്നാണ് ഈ സ്ട്രീറ്റിന്റെ പേര്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ മാർക്കറ്റിലേക്ക്. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച വെളുപ്പിന് വരെയാണ് ഈ മാർക്കറ്റിന്റെ ടൈം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡ്രസ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ നമ്മളെ കേരള കയ്യിൽ 65 രൂപ പീസ്. സിംഗിൾ പീസ് എടുത്താൽ 90, 6 പീസ് എടുത്താൽ 80 രൂപ. നമുക്ക് ഈ കൈ ഇതാവുമ്പോഴേക്ക് വേൽ ബ്രാൻഡ് ആകുമ്പോഴേക്ക് സിംഗിൾ പീസ് ആകുമ്പോഴേക്ക് 80 രൂപ വരും കയ്യിൽ. അപ്പോൾ ശംഖുമാർക്ക് ആകുമ്പോഴേക്ക് 65 രൂപ. ഇത് ഒരു കട്ട് എന്ന് പറഞ്ഞാൽ എത്ര പീസാണ്? 20 പീസ് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 70 രൂപ. നമ്മൾ സിംഗിൾ പീസ് എടുത്തു കഴിഞ്ഞാൽ 80 രൂപ. നമുക്ക് കളർ കൈലി ആകുമ്പോഴേക്ക് ബൾക്കായിട്ട് എടുത്ത് 62 രൂപ. ഇതിൽ മൊത്തത്തിൽ കളർ കൈലിയിൽ എത്ര കളർ വരുന്നുണ്ട്? 20 കളർ വരും. ഓക്കെ എന്നാ എല്ലാം എന്നാ റേറ്റ് വരും? ആവറേജ് എവിടെ വരും? 75 രൂപ സെറ്റ്. ഗേൾ സെറ്റ് ആവറേജ്. മിനിമം ക്വാണ്ടിറ്റി 10 പീസ്. സിംഗിൾ പീസ് എടുക്കുന്ന റേറ്റ് എவ்வளோ വരും? റീറ്റെയിൽ വേറെ അത് റേറ്റ് എவ்வளோ വരും? എന്നാലും അല്ല എவ்வளோ വേരിയേഷൻ വരും? ഹോൾസെയിൽ റേറ്റിലിരുന്ന് എவ்வளோ വേരിയേഷൻ വരും റീറ്റെയിലിന്? 10-20 റുപ്പീസ് ചേഞ്ച് ആവും. ഓക്കെ ഓക്കെ. 150 ഹോൾസെയിൽ പ്രൈസ്. വുമൻസ് എന്ന് പറഞ്ഞാൽ പെരിയ. ഇത് റീറ്റെയിൽ ആകുമ്പോൾ തന്നെ റേറ്റ് വരും? 180 വരും സെറ്റ്. വേറെ എന്നായിട്ട് വരും? ബനിയൻ സെറ്റ് ഇതെല്ലാം റേറ്റ് ഉള്ളതാണ്. സെറ്റ് ഹോൾസെയിൽ തന്നെ. റീറ്റെയിൽ ആകുമ്പോൾ സെറ്റ്. പിന്നെ വേറെ ഇത് എത്ര വയസ്സ് വരാം? 10 വയസ്സ്. 90 റുപ്പീസ് ഹോൾസെയിൽ. ഓക്കെ. നിക്കർ എടുക്കും, ടീഷർട്ട് കൊടുക്കും. എന്നെ റേറ്റ് വരും? ഒരു പീസ്. ഓക്കെ ഓക്കെ. അത് 5 പീസ് തന്നെ. അത് 5 പീസ്. അത് സിംഗിൾ പീസ് കൊടുക്കുമ്പോൾ ഇത് 5 പീസ് എടുക്കുമ്പോൾ എന്നാ റേറ്റ് വരും? 5 പീസ് എടുക്കുമ്പോൾ 50 60 50 വരും. ഓക്കെ. ഇതെല്ലാം ഓൺ പ്രൊഡക്ഷനാണ്. ഈ കിടക്കുന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ്. ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്. സ്റ്റാർട്ടിങ് ഷർട്ടും ടീഷർട്ടൊക്കെ 150 രൂപ മുതലാണ്. 150, 200, 250 ഇങ്ങനെയാണ് ഈ ഷർട്ടിന്റെയും ടീഷർട്ടിന്റെ വില വരുന്നത്. ഇനി നമുക്ക് ഈ ടീഷർട്ടിന്റെ ഒക്കെ ഹോൾസെയിൽ വില എന്താണെന്ന് നോക്കിയാലോ. ഇതൊക്കെ എന്നാ റേറ്റ് വരും? 105 രൂപ ഒരു പീസ്. പിന്നെ സ്റ്റാർട്ടിങ് 105 രൂപ ആണോ? 58 രൂപ ഹോൾസെയിൽ പറ്റുന്നതാണ്. ഇതെല്ലാം 100 രൂപ ഐറ്റംസ്. 100 രൂപ. വേറെന്താ ഐറ്റംസ് ഉണ്ട് ഈ ടീഷർട്ടിൻ്റെ? 65 രൂപ പീസ്.
പീസ് 90 രൂപ 95 രൂപ. ഓക്കെ. ഇതിൽ എന്നാ റേറ്റ് വരും ഇത്? റേറ്റ് ടീഷർട്ടോടെ റേറ്റ് ഉള്ളൂ 80 രൂപ. 110 രൂപ. ഇതെല്ലാം 110 തന്നെ. ആ 150 രൂപ. ഇതെല്ലാം ബണ്ടൽ റേറ്റ് തന്നെ എല്ലാം കട്ടിക്കെട്ടാത്ത മിനിമം 10 പീസ്. நம்மளோட பார்த்தீங்கன்னா 3 ஐட்டம் இருக்கு. ட்ரங்க்ஸு, ஜிம் வெஸ்ட்டு, ட்ரங்க் ஐட்டம் இருக்கும், ஜிம் வெஸ்ட் இருக்கும், வெஸ்ட்டு வெள்ளை பண்ணிட்டு இருக்கும். 3 ஐட்டம் நம்மளுதுங்க. பார்த்தீங்கன்னா ட்ரங்க் வந்து பார்த்தீங்கன்னா ஜிம் வெஸ்ட் வந்து பார்த்தீங்கன்னா 80, 85, 90 3 சைஸ் இருக்குங்க. அது சின்னது. அது வந்து பார்த்தீங்கன்னா 80, 85, 90 400 ருபீஸ் வரும். ஹோல்சேலில் 10 பீஸ் பேக் வரும். 10 பீஸ் 5 கலர், கலருக்கு 2 பீஸ் வரும். அதே ரீட்டெயிலாக இருந்தால் 5 பீஸ் வரும், 5 கலர் வரும், 250 வரும். அதே வந்து பார்த்தீங்கன்னா 95, 100 வந்து பார்த்தீங்கன்னா உங்களுக்கு 450 வரும். ஹோல்சேலில் 10 பீஸ். அதே 5 பீஸ் வந்து 500 வரும். ஒயிட் வந்து பார்த்தீங்கன்னா 80, 85, 90 270 வரும். 6 பீஸ் 6 பீஸ் 6 பீஸ். அதே பாக்ஸ் வந்து 12 பீஸ் வரும். சரிங்களா? அதே பார்த்தீங்கன்னா 95, 100 வந்து பார்த்தீங்கன்னா உங்களுக்கு வந்து 300 ருபீஸ். 270 300 6 பீஸ் தான். அதோட அரை டஜன் பேக். அதோட ரேட்டு ஃபஸ்ட்டு குவாலிட்டிங்க. கலர் இதெல்லாம் கலர் கேரண்டி. நம்மகிட்ட எதுவுமே கலர் போகாது. எல்லாமே கலர் கேரண்டி, சைஸ் கேரண்டி. குவாலிட்டியில் காம்ப்ரமைஸ் பண்ணல. ஓன் மேனுஃபேக்சரிங். அதே பார்த்தீங்கன்னா ட்ரங்க் வந்து பார்த்தீங்கன்னா உங்கள்கிட்ட 6 சைஸ் இருக்குது. 80, 85, 90 95, 100 6 சைஸ் இருக்குது. 80, 85, 90 பாக்ஸ் வந்து பார்த்தீங்கன்னா 6 பீஸ் வரும், 6 கலர் வரும் பாக்ஸுக்கு. நம்மளுக்கு ஸ்டார் டெக்ஸ்ன்றது தான் ப்ராடக்ட். ஓன் மேனுஃபேக்சரிங் தான். சரிங்களா? இதில் வந்து பார்த்தீங்கன்னா 6 பீஸ் 6 கலர் வரும். உங்களுக்கு வந்து பார்த்தீங்கன்னா ரேட் வந்து பார்த்தீங்கன்னா 80, 85, 90 பாக்ஸ் வந்து 480. 6 பீஸ் 480. அப்போ 80 ருபீஸ் வரும் 10 பீஸ். அதே வந்து பார்த்தீங்கன்னா 95, 100 வந்து பார்த்தீங்கன்னா 540. 540ங்கும் போது பார்த்தீங்கன்னா 90 ருபீஸ் வரும் per பீஸ். சொல்கிறது எல்லாமே ஹோல்சேல், ஓன் மேனுஃபேக்சரிங். அதனால் நம்ம ரீட்டைல் பண்ணுறதில்ல. சிங்கிள் பீஸ் எங்கேயுமே தரதில்லை. 6 பீஸ் தான் மினிமம் நம்ம கிட்ட. இதே ஜிம்மெஸ்ல டிசைன் ஐட்டமும் இருக்குது நம்மகிட்ட. ஜிம்மெஸ்ல டிசைன் ஐட்டமும் இருக்குது. 300 அதாவது டபுள் கலர் வரும். பேனல் சென்டரில் வரும், சைடில் வரும், பேக்கில் ஒரு கலர், ஃப்ரண்ட்டில் ஒரு கலர். அதே வந்து ஆர்ச் ஷேப் இந்த மாதிரிலாம் வரும். அது 5 பீஸ் 5 கலர் வரும். 300 ருபீஸ் வரும் பாக்ஸ். இது பார்த்தீங்கன்னா பாக்ஸ் ஐட்டம் 300 ருபீஸ் வரும். ரெஸ்ட்டு வந்து பார்த்தீங்கன்னா பாக்ஸில் வரும், കവർ പാക്കിംഗ് 2 പാക്കിംഗ്. മാർക്കറ്റിലേക്ക് കയറി വരുമ്പോഴേക്ക് തന്നെ കുറേ നൈറ്റി റെഡിമെയ്ഡ് നൈറ്റികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ஸ்டார்டிங் வந்து 90 ருபீஸ்னு ஸ்டார்டிங் இருக்குங்க. ஆமாம், எலாஸ்டிக், பைப்பிங், ஜிப்பு, காலரு கிட்டத்தட்ட ஒரு 6-10 மாடல் பக்கமாக வருங்க. 90 இருக்குது. அதை விட்டு அதுக்கு அடுத்த ரேஞ்சு 110 இருக்குது, 130 இருக்குது. எல்லா ரேஞ்சிலுமே இருக்குது. ഹയസ്റ്റ് 200 വരെയും இருக்குங்க. നൈറ്റുകൾ 90 രൂപ മുതൽ നൈറ്റുകളുണ്ട്. ഈ 90 രൂപയുടെ ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. 90 സ്റ്റാർട്ടിങ് 90 രൂപ നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ கலச்சாட்டு அந்த மாதிரி வருங்க. டார்சியா இருக்கு கலச்சாட்டு. இது ஜிப்பு டைப்பு, இது எலாஸ்டிக் பைப்பிங் வருங்க. இதெல்லாம் 2 டைப் வரும். சரிங்க, எலாஸ்டிக் பைப்பிங், ஜிப்பு, காலரு, கோட் நெக் மொத்தம் 5 மாடல் வரும். 5 மாடல். ഇതാണ് റെഡിമെയ്ഡ് ചുരിദാറുകളാണ്. ചുരിദാറിൻ്റെ റേറ്റ് എങ്ങനെയാണ്? 250. ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് ലെഗിൻസിൻ്റെ സെക്ഷനാണ്. എങ്ങനെയാണ് റേറ്റ് വരുന്നത് ലെഗിൻസിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിങ് 100. ആൻറ്റി ഫിറ്റ് ഒന്ന് 180. ലെഗിൻസ് പാൻറ്റിൻ്റെ ഇത് റീറ്റെയിൽ പ്രൈസ് ആണ് 100 രൂപ. ഇത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി അധികം എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് എടുക്കാം. ഒരു 6 പീസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 12 പീസ് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഒരു തരും. ഇത് 180 വരും. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ. സെറ്റാണ് 200. நல்லா இருக்குமா தங்கச்சி, எடுத்து போங்க. நீங்கள் தேடி வரணும். வாங்க பாஸ். வேண்டாம் தம்பி, உனக்கு ஜீன்ஸ் பேண்டா? ജീൻസ് പാൻറ്റുകളാണ്. ഈ ജീൻസുകളെല്ലാം 250 രൂപയാണ്. ഒരു പീസ് 250 രൂപയാണ്. ഇതെല്ലാം റീറ്റെയിൽ കച്ചവടക്കാരാണ്. ഇത് കിഡ്സ് ഐറ്റംസ് ആണ്. ഇത് ഷർട്ടും നിക്കറും കൂടി 200 രൂപയാണ്.
അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ പിന്നെ കുട്ടികളുടെ ജീൻസ് പാൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ ഒരു 10 വയസ്സ് വരെ ഉള്ളവർക്കുള്ള ജീൻസ് പാൻ്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീൻസിന് 250 രൂപയാണ്. റേറ്റ് എന്താ വരുന്നത്? 250 രൂപ. ഹോൾസെയിലാ? ഹോൾസെയിൽ 220 രൂപ. ഹോൾസെയിലിനാ എவ்வளோ പീസ് എടുക്കണം? 10-20 പീസ്. എല്ലാം സിംഗിൾ പീസിനാ 250 രൂപ. 250. ഇതെല്ലാം എന്താ റേറ്റാണ്? 130 രൂപ. ഇത് പീസ് തന്നെ? പീസ് ಇಲ್ಲ ರೆಡಿಮೇಡ್ ಟಾಪ್ಸ್. ಇದು ಸೈಡ್ ಓಪನ್, ಇದು ಅಂಬರ್ಲಾ ಟಾಪ್ಸ್ ಎಲ್ಲ 250 ರೂಪಾಯಿ. 150 250 150. ഇത് സിംഗിൾ പീസ് ആകുമ്പോൾ 150 രൂപ. സിംഗിൾ എടുത്താൽ 150 സാർ, 150. കട്ട എടുത്തீங்கன்னா 130. ഓക്കെ. ഷർട്ടെല്ലാം എന്താ റേറ്റ് വരുന്നു? ഷർട്ട് റേറ്റ് എല്ലാം 200-250 ആണ്. ഇതെല്ലാം പാൻറ് ഏതെല്ലാം സൈസ് ഇരിക്കും? 20-40 வரைக்கும் 20-40. காட்டன் ஜீன்ஸ் எல்லாம் கலர் வேஷ்டி 85 rupees ஸ்டார்டிங் ரேட். ஹோல்சேல் ரேட் சார். 85 ரூபா தான். സിംഗിൾ പീസ് എടുക്കുന്ന ഹോൾസെയിൽ പറ്റുന്ന சிங்கிள் பீஸ் சிங்கிள் பீஸ் தருவோம். സിംഗിൾ പീസ് ആകുമ്പോൾ 120 ரூபா. 120 രൂപ ആവും. എല്ലാം ഇത് கலர் வேஷ்டியில் ஃபஸ்ட் குவாலிட்டி இருக்குது. இந்த மாதிரி இது ஓம் சக்தி, இது வந்து ஐயப்பனுக்கு, இது முருகன் வேஷ்டி, இதெல்லாமே வந்து 200 rupees ഒരു പീസ് ഫസ്റ്റ് ക്വാളിറ്റി. കട്ട് കട്ട് എടുത്ത് തന്നെ ഇത് സിംഗിൾ പീസ് തന്നെ 200 രൂപ சொன்னது. ஆமாம், ஜாஸ்தி அதிகம் ஹோல்சேல்னா ஹோல்சேல் ரேட்டு 200 ரூபா. ஹோல்சேல் ரேட் 200 ரூபா. சிங்கிளாக தனியானா உங்களுக்கு வந்து 50 ரூபா சேர்ந்து வரும். இது அப்புறம் டிஷ்யூ ஐட்டம் 590 ரூபா. 590 ரூபா ஹோல்சேல் ரேட். இது 390. வேஷ்டியோட செட்டு கலர். ഇതെല്ലാം ഷർട്ടെല്ലാം ஒயிட் ஷர்ட் 150. 150 രൂപ ഒരു ഷർട്ട്. ஹோல்சேல் ரேட். ഹോൾസെയിൽ റേറ്റ്. സിംഗിൾ പീസ് കൊടുക്കുന്നത് தருவோம். 150 രൂപ. ஓகே. எங்கள் தயாரித்த ஓன் ப்ரொடக்ஷன். ஆனால் நோ ப்ராப்ளம். எவ்வளோ பீஸ் வேணாலும் தருவோம். இதெல்லாம் என்ன ரேட் வரும் கையிலாம்? 68 ஸ்டார்டிங்கில் இருந்து. இதெல்லாம் கலர் கையிலாம் 68 தோணும். ஷர்ட்டெல்லாம் ஷர்ட்டெல்லாம் ஷர்ட் வந்து 250 ஸ்டார்டிங். 250 ஸ்டார்டிங். 250 ஸ்டார்ட் ஆகும். கேமராண்டு சில்லற உங்களுக்கு வந்து ஹோல்சேலாக எடுத்தால் கொஞ்சம் ரேட்டு குறையும். இது செட்டு? ஆமாம், செட்டு. ரிட்டைல் எடுத்தால் நாங்கள் 350 வரையும் விற்கிறோம். ஹோல்சேல்னால் உங்களுக்கு ஒரு 100 rupees வரையும் குறையும். இது மாதிரி வேஷ்டி ஷர்ட்டு, இது மாதிரி காப்பி வேஷ்டி ஷர்ட்டு, இதெல்லாம் ஷர்ட் எவ்வளோ ரேட் வரும்? எல்லா ஷர்ட்டுமே 4 ஷர்ட்டு வந்து 1000 rupees. 1000 rupees தான். ரீட்டைல் ப்ரைஸ் தானே? ஹோல்சேல் ரிட்டைல் ப்ரைஸ். ஹோல்சேல் ப்ரைஸ்னா உங்களுக்கு 220 தான் வரும் ஒரு பீஸுக்கு. ஒரு பீஸ் வந்து 220 வரும். செட்டு இது செட்டு வந்து ரிட்டைல்னா 450 வரும். ஹோல்சேல்னா 380. പാവാട ഉണ്ട്. പിന്നെ റീറ്റെയിലിന് உங்களுக்கு 80 ரூபா வரும். ஹோல்சேல்னா 73 രൂപ. ഹോൾസെയിലിന് എത്ര പീസ് എടുക്കണം? கட்டை ஒரு இப்படி கட்டை எடுக்கும். ഒരു കട്ടെന്ന് പറഞ്ഞാൽ എത്ര പീസ് വരും? 30 പീസ്. 30 പീസ് വന്നു കഴിഞ്ഞാൽ 72 രൂപ വരും. 73 രൂപ. സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ 80 രൂപ. ബ്ലൗസ് പീസ് மாடல் பொறுத்து இருக்குங்க. வந்து 60 ரூபா வரும் റീറ്റെയിലിൽ. ഹോൾസെയിൽ എടുത്തீங்கன்னா 46 ரூபா. 46 രൂപ. ബ്ലൗസ് പീസ് സ്റ്റാർട്ടിങ് എന്താ വില? ഇതൊക്കെ സ്റ്റാർട്ടിങ് 40 ரூபா സ്റ്റാർട്ടിങ്. റീറ്റെയിൽ അല്ലേ?
ഹോൾസെയിൽ ആകുമ്പോഴേക്ക് 35 രൂപ ഹോൾസെയിൽ വരും. ഇതെല്ലാം റേറ്റിൻ്റെ തന്നെയാണോ ബ്ലൗസ് പീസ്? ഈ 90 റീറ്റെയിൽ 83 രൂപ. ഓക്കെ, വേറെ തന്നെ ഐറ്റം വരുന്നത് പെറ്റിക്കോട്ട് ജാക്കറ്റ്. ഓക്കെ, താങ്ക് യു. 500 രൂപ, 4 500 രൂപ. 28, 30, 32, 34, 36 എല്ലാ സൈസിലുണ്ട്. നോക്കിക്കോളൂ, കാട്ടണിലുണ്ട്, ജീൻസിലുണ്ട്. കോട്ടൺ ആണെങ്കിലും ജീൻസ് ആണെങ്കിലും 400 400. ഈ മാർക്കറ്റിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഫുട്പാത്ത് കച്ചവടക്കാരുണ്ട്. ഞങ്ങൾ ആ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്ക് കണ്ടാണ് 4 ഷർട്ട് 500 രൂപ, 4 ജീൻസ് 500 രൂപ, അതേപോലെ കോട്ടൺ പാൻറ്റും ഉണ്ട്. ഒരുപാട് പാൻറ്റുകളുണ്ട്, എല്ലാം 4 പീസ് 500 രൂപയാണ്. ഇവിടെ ഈ ഫുട്പാത്തിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവിടെ ഇത് നമ്മൾ മാർക്കറ്റിനുള്ളിൽ കണ്ട പല ഐറ്റംസുകൾ ഈ ഫുട്പാത്ത് കച്ചവടക്കാരുടെ ഉണ്ട്. അത് ഈ ഹോൾസെയിൽ കച്ചവടക്കാരും ഉണ്ട്, റീറ്റെയിൽ കച്ചവടക്കാരും ഉണ്ട്. ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ഇവിടെ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം റേറ്റ് കുറച്ച് കിട്ടും. ഒരു പീസ് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിനൊരു റേറ്റ്, 6 പീസ് എടുക്കുകയാണെങ്കിൽ ഒരു റേറ്റ്, 12 പീസ് എടുക്കുകയാണെങ്കിൽ ഒരു റേറ്റ്. അങ്ങനെയാണ് ഇവിടുത്തെ കച്ചവടം മുഴുവനും. ഞങ്ങളിനി അടുത്ത ബിൽഡിങ്ങിലോട്ട് പോവാണ്. ഫസ്റ്റത്തെ ആ ബിൽഡിങ് കഴിഞ്ഞ് ഇനി അടുത്ത ബിൽഡിങ്ങിലോട്ട് പോവാണ്. റേറ്റ് എങ്ങനെ വരുവാണ്? റേറ്റ് 120 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 പീസ് 120 രൂപ. ഇത് മൊത്തത്തിൽ ടവലല്ലേ? ഇത് 4 പീസ് 100 രൂപ. ഇത് റീറ്റെയിൽ പ്രൈസാ? 4 പീസ് റീറ്റെയിൽ പ്രൈസാ ഹോൾസെയിൽ പ്രൈസ്? ഹോൾസെയിൽ പ്രൈസ് 4 പീസ് 110 രൂപ. ഇത് എത്ര മീറ്റർ വരും? ഇഞ്ചി കണക്ക്. ആ, ഇത്രയും വരും. ഇത് 4 പീസ് 110 രൂപ, ഇത് 4 പീസ് 100 രൂപ. റേറ്റ് എന്താ വരും ബനിയൻ്റെ? 40 രൂപ പീസ്. ഹോൾസെയിലോ റീറ്റെയിൽ പ്രൈസ്? ഹോൾസെയിൽ. ക്വാളിറ്റി കമ്മി 40 രൂപ. ഈ ജെട്ടി എല്ലാം 75 രൂപ പീസ്. അത് സിംഗിൾ പീസ് കൊടുക്കുമ്പോൾ ഹോൾസെയിൽ 12 പീസ്. ഓക്കെ, ഇതെല്ലാം 80 രൂപ പീസ്. നൈറ്റിൽ എന്ന റേറ്റ് വരുമല്ലോ സ്റ്റാർട്ടിങ്? 100 രൂപ ഇരുന്നത് 300 രൂപ. ഇത് എவ்வளோ പീസ് എടുക്കുന്നത്? സിംഗിൾ പീസ് കൊടുക്കുമ്പോൾ 6 പീസ് എടുക്കുമ്പോൾ ഒരു പീസിക്ക് 100 രൂപ വരില്ല, സ്റ്റാർട്ടിങ് വരില്ല. വേറെ 100 രൂപ സ്റ്റാർട്ടിങ് നൈറ്റ് ഏതെണ്ണമാണ്? 120 രൂപ പീസ് വരും. പല റേറ്റിലായിരിക്കില്ല. എന്ന റേറ്റ് വരും വെക്കാം? ഒരു കட்டுக்கா? ஒரு கட்டுக்கு 12 பீஸ். 12 பீஸ். ஒரு பாக்கெட்டுக்கு 12 பீஸ். ஒரு கட்டுக்கு 60 பீஸ். சைஸ் வரியா? 0 சைஸ் வந்து 155. ஸ்மால் சைஸ். இது 12 பீஸ் என்ன ரேட்? 165. 165 രൂപ വരും. இது வந்து பேண்ட் லாஸ்ட் சைஸ் എക്സൽ സൈസ്. ഇത് 195. അപ്പം എസ് ഇത് സ്മോൾ സൈസ്, പിന്നെ മീഡിയം ലാർജ് 3 സൈസ് തന്നെ. അപ്പോൾ സ്മോൾ സൈസിക്ക് 155, 165. മീഡിയം സൈസ് ആകുമ്പോൾ 175, 195. അപ്പോൾ ഒരു പീസിക്ക് ഉള്ള റേറ്റ് 15 രൂപ. സൈസ് വരെ 18 രൂപ. ബനിയനും വരും, ബനിയനും വരും, പാൻറ്റും വരും. പാൻറ്റും വരും. ആ, സെറ്റ് ഇല്ല, സെപ്പറേറ്റാ. മെറ്റീരിയൽ எல்லா மெட்டீரியலுமே இருக்கும். காட்டனும் இருக்கும், பனியன் கிளாத் எல்லாம் மெட்டீரியல், ஆல் மெட்டீரியல் ஒரே கலர்ஸ் வராது, மல்டி கலர்ஸ் வரும். ಓಕೆ. ಇದೆಲ್ಲ ಫುಲ್ ಐಟಮ್ ಇದು ಓನ್ ಪ್ರೊಡಕ್ಷನ್ ಅದ? ಸೇಲದಲ್ಲಿ. ಓಕೆ. ಓನ್ ಸ್ಟಿಚಿಂಗ್. ಓಕೆ. ஷாப் அங்க இருக்குது, சேலம்ல. சேலத்தில் இங்க வந்து நாங்க மண்டே மார்க்கெட்ல சேல் பண்றோம்.
ஓகே 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 இது எப்படி கொடுக்கிறது ஹோல்சேலாக அது ஒரு மினிமம் 12 பீஸ் எடுத்தால் எடுக்க மாட்டாங்க 16 பீஸ் எடுத்துக்குவாங்க ஓ ஒரு கட்டா ஒரு கட்டா எடுக்கணும். ஒரு கட்டா எடுக்கும்போது எவ்வளோ ரேட் வரும் அப்போ? 800 அந்த 800 வரும். அப்போ 6 பீஸ் இருக்கு இல்லையா ஒரு கட்டில்? 6 பண்டல் 5 பண்டல் 5 bundle 16 பீஸ் 16 பீஸ் இருக்கு இல்லையா? ஓகே 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 தேங்க்யூ. கொல்லம் ப்ளவுஸ் பீஸு ஸ்டார்டிங் என்ன ரேட்டில் இருக்குது? ஸ்டார்டிங் ப்ளவுஸ் பீஸு ஸ்டார்டிங்கில் வந்து 30 ரூபாயிலேருந்து இருக்குது. 30 ரூபாயில் நல்ல ஹோல்சேலாக அதான் ரீட்டைல் ப்ரைஸ்? ஹோல்சேல் ப்ரைஸ் தான் ரீட்டைல் இல்லை. இதெல்லாம் என்ன ரேட் வரும்? இது 45 ரூபா. 45 1 மீட்டர். இது அது 100 ருபீஸ். இதெல்லாம் 1 மீட்டர் தான்? 1 மீட்டர் எல்லாமே 1 மீட்டர் தான். இதெல்லாம் என்ன ரேட்டு வரும்? ரேட்டு 60 ரூபா, 60 ரூபா. 70 ரூபா, 75 ரூபா. ஸ்டார்டிங் என்ன ரேட்டில் இருக்குது? ஸ்டார்டிங் ரேட் 60 ரூபா. 60 ரூபா. 740. அது ரீட்டைல் இருக்கா ஹோல்சேல் மட்டும்தான்? ஹோல்சேல் மட்டும். ரீட்டைல் சிங்கிள் பீஸ் ஏதாவது கொடுக்குமா? இதுக்கு சிங்கிள் பீஸு ஒரு 5 ரூபா ஜாஸ்தி. 5 ரூபா ஜாஸ்தி வரும். அப்போ 60 ரூபா ஒரு பீஸ்னா 65 ரூபாய்க்கு ரீட்டைல் போகும். ஹோல்சேல்னா அப்போ கொஞ்சம் பல்காக எடுத்தோன்னா ഈ 60லேருந்து ரேட்டு கம்மி இல்லை. 60 ரூபா லாஸ்ட் ப்ரைஸு. ஹோல்சேலுக்கு ஃபிக்ஸட். அது பண்டல் 25 பீஸ். 25 பீஸ் எடுக்குதுன்னா 60 ரூபாய்க்கு வரும். சிங்கிள் பீஸ் எடுத்தோன்னா ஒரு 5 ரூபா ஜாஸ்தி வரும். 65 ரூபா வரும். ஓகே ஓகே. வேறு என்ன 60? பின்ன வேறு என்ன ரேட்டில் இருக்குது? வேறு 60, இது எடுத்தால் 70, இது எடுத்தால் 80. ஓகே ஓகே. ஒரு பாடம் 90 ரூபா 100 ரூபா வரைக்கும் இருக்குது. 100. ஓகே ஓகே. இல்லை வேறு என்ன ப்ராடக்ட் இருக்குது? பாவாடை மட்டும்தான் இருக்கா? நம்மளுக்கு பாவாடை அது ஐயப்ப பேக் ரேட்டு ஹோல்சேல் எடுத்துட்டால் 90 ரூபா. 90 ரூபா. என்ன ஷாப்பிங் ஐட்டம்ஸ் இல்லை என்ன ரேட் வரும்? 85. 85. ஏதாவது ஷர்ட்டு? லாக் ஷர்ட் 180. 180. ஒயிட்டு? 240. 240. இதெல்லாம் இது சஞ்சு தானே? ஐயப்ப சஞ்சு. 100 rupees 140. என்ன? 100 rupees 140. 140. நான் ஹோல்சேலாக ரேட்டில் இது பார்த்தீங்கன்னா 300 ரூபா. நமக்கு எவ்வளோ பீஸ் எடுக்கணும்? 10 பீஸ். 10 பீஸ் இல்லை என்ன ரேட்டுண்ணா அதில்? 250 ரூபா. மொத்தத்தில் 250 ரூபா தானே? ஃபுல்லாக டோட்டலே 250 ரூபா தான்? எல்லாம் 150 ரூபா. ടോപ്പ് എല്ലാം ടോപ്പ് തന്നെ? ഇതെല്ലാം எல்லாம் 250 ரூபா. இல்லை 250 ரூபா. ഷോളെല്ലാം എന്നാ റേറ്റ്? ഷോൾ 50 രൂപ. അത് ഒരു ഹോൾസെയിൽ ബണ്ടലെടുത്താൽ? ബണ്ടലെടുത്താൽ 30 രൂപ. ബണ്ടലെടുത്താൽ 30 രൂപ. ബണ്ടൽ എത്ര പീസ് എടുക്കും? 25 പീസ്. 25 പീസ്. ലെഗിൻസ് ചോദിക്കണ്ടേ? അല്ല അല്ല എന്നാ റേറ്റ് ഉണ്ടോ? റേറ്റ് എന്നാ വരും? അല്ല ജസ്റ്റ് കേട്ടോ റേറ്റ് കേട്ടോ? ഹോൾസെയിൽ കേട്ടോ റേറ്റ് എவ்வளோ வருதுன்னு கேட்டேன். 14 രൂപ. ഇത് അതെന്നാ റേറ്റ് വരും? 14, 16, 18, 20, 22 സൈസ് 2 റുപ്പീസ് വ്യത്യാസം. ആ സ്റ്റാർട്ടിങ് 14 രൂപ. 14. ഓക്കെ ഹോൾസെയിൽ பண்ணுறாரு. ஓகே. அது சிங்கிள் பீஸ் எடுக்கணும்னா சிங்கிள் பீஸ் ஆகிட்டு 10 பீஸ் பாக்கெட் ஆகும். 10 பீஸ் 200 அந்த மாதிரி வரும். ஆ 20 ரூபா வரும் இல்லை? 12 ரூபா. 10 பீஸ் ஆகிட்டு 200. ஓகே சொல்லுங்கள். என்னெல்லாம் ரேட்டில் இருக்குது? குழந்தையோட சின்ன சைஸு ரேட்டு 15 20 ரூபா வருது.
ലേഡീസോட 25 രൂപ സ്റ്റാർട്ടിങ് ആണ്, 40 രൂപ വരെ വരും. അത് സൈസ് 75 to 90, 25 രൂപ മുതൽ 40 രൂപ വരെ ഐറ്റംസ് ഇരിക്കും. പിന്നെ ഇന്നർ വെയർ ഐറ്റംസ് ഒന്ന് കാട്ടാൻ മതിയോ? ജസ്റ്റ് ഇതെന്നെ റേറ്റ് വരുന്നു? ഇതെല്ലാം ഹോൾസെയിൽ റേറ്റാ? അതാ ഹോൾസെയിൽ റേറ്റ്, വ്യാപാര റേറ്റ് தான். സിംഗിൾ പീസ് ഏതാ എടുക്കും? அது வந்து ஒரு 10% ரேட் ஜாஸ்தி ஆயிடுது. 10%, അതായത് ഒരു 20 രൂപയുടെ പ്രോഡക്റ്റ് 22 രൂപ 21 രൂപ ആയിരുന്നു. ഓക്കെ. മറ്റേ மற்றபடி 1/2 லட்சம் எடுத்தாலும் ஹோல்சேல் ரேட். 6 പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിൽ. ഇതെല്ലാം റേറ്റ് കിച്ചോടെ റേറ്റ് എന്നാ വരും? ഇതെല്ലാം 15 രൂപ, സിംഗിൾ പീസ് 15 രൂപ, 20 രൂപ, 25 രൂപ വരും. ഓക്കെ. പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 40 രൂപ ഐറ്റം സാർ? 70 രൂപ ഐറ്റം. 40 രൂപയുടെ ഐറ്റംസ് എല്ലാം പീസ് 40 രൂപ. പീസ് 40 രൂപ. ഇത് இது ஸ்டார்டிங் ப்ரைஸ் என்ன ரேட்டில் இருக்குது? அது கேட்டா லேடிஸோட ஷிம்மிஸ் என்ன ரேட்டு? அது லாங் ஷிம்மிஸ் 50 ரூபா. இது சின்ன இந்த ஷிம்மி 70-90 சைஸ் வரைக்கும். ഫുൾ ഷിമ്മീസ് 100 രൂപ 110 രൂപ. അത് നമ്മൾ സിംഗിൾ പീസ് എടുക്കുമ്പോൾ എന്ന റേറ്റ് വരും? 20 രൂപ എക്സ്ട്രാ വരും. ഓക്കെ. വേറെ സാരിയുടെ റേറ്റ് என்ன റേറ്റ് വരും സാരിക്ക്? 500 രൂപ പീസ്, 550 രൂപ പീസ്. ഇതെല്ലാം സെയിം റേറ്റാണ് എല്ലാം? എല്ലാം എന്നാ റേറ്റ് വരും? റേറ്റ് 42 XML. ഇത് 37. ഇതെല്ലാം എൽ സൈസിൽ ഇതാണ്, 3 സൈസ് എല്ലാം സെയിം റേറ്റാണ്. 37 ആണ്. 40 റുപ്പീസ്. മിനിമം എത്ര പീസ് എടുക്കുന്നു? 10 പീസ് എടുക്കുന്നു. ജസ്റ്റ് 55 65. സിംഗിൾ പീസോടെ റേറ്റാണോ? സിംഗിൾ പീസ് എടുത്താൽ വരാതെ എല്ലാം ഹോൾസെയിൽ. ഇതെല്ലാം ഈ പാൻ്റ് എല്ലാം എന്നാ റേറ്റ് വരും? இது கார்கோ மாடலில் 125 130, 3 சைஸ் 120 120. இந்த மாதிரி பேண்ட் எடுத்தீங்கன்னா LXL XXL 95 100 105. എല്ലാം മിനിമം 10 പീസ് தான் എടുക്കും? 10 പീസ്. ഓക്കെ ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ അടുത്തൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും കച്ചവടക്കാരാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് സിംഗിൾ പീസ് ഇവിടെ തരത്തില്ല. റീറ്റെയിലിൻ്റെ സെയിലേ ഇല്ല. ഓൺലി ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഈ ബിൽഡിങ്ങിനകത്ത്. ഇത് ഈ കാണുന്നത് മറ്റൊരു സെക്ഷനാണ്. ഇവിടെ ഈ സാധനങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടെല്ലാം വാങ്ങാനുള്ള ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഇവിടെ ഒരു 10 മണിക്ക് ശേഷമാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്നത്. റേറ്റ് വരുമോ ലെഗിൻസിന്? ചുമ്മാ ജസ്റ്റ് കോമൺ 80 200 150 130
പട്ടിയാന 130, 150. ഇതെല്ലാം ഫുള്ള് അല്ല 250 രൂപ. ഇവിടെ ഇവർ കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ മിക്കതും ഇവരെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്. നിങ്ങൾ ചെറിയ ടെക്സ്റ്റൈൽ ബിസിനസ്സൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫോൺ നമ്പർ ഇവിടെ കോൺടാക്റ്റ് വാങ്ങി ഇവിടെ മില്ലിൽ നിന്നോ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റും. എന്താ റേറ്റ്? 30, 40 കുറച്ച് കേൾക്കണമെന്നാണ്. 4 പീസ് 100 രൂപ. 4 പീസ് 100 രൂപ. ഒരു പീസ് 25 രൂപ കിട്ടുള്ളൂ. ഏതൊക്കെ സൈസ് ഉണ്ട് ചേട്ടാ? 3 സൈസ്. സ്മോള്, മീഡിയം, ലാർജ്. എല്ലാം സെയിം റേറ്റ് തന്നെയല്ലേ? എല്ലാം സെയിം റേറ്റ് തന്നെ? ഇല്ല ചേട്ടാ, ഒന്നുക്ക് വ്യത്യാസം. ഈ ഇട്ടിരിക്കുന്ന ഇവിടുത്തെ റീറ്റെയിൽ ഷോപ്പുകളുടെ റേറ്റുകളാണ്. ഡെയിം ഷർട്ടുകൾക്ക് 250, 350 ഒക്കെയാണ് റേറ്റ്. സാരി എല്ലാം എന്നാ റേറ്റ് ഉണ്ട്? എല്ലാം 200 ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരികെ മടങ്ങാണ്. അത്യാവശ്യം സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മാർക്കറ്റ് തിങ്കളാഴ്ച ദിവസം രാത്രി മുതലാണ്. തിങ്കളാഴ്ച ദിവസം രാത്രി മുതൽ ചൊവ്വാഴ്ച വെളുപ്പിനെ വരെ മാത്രമേ ഉള്ളൂ ഈ മാർക്കറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. മനസ്സിലായി. ഇവിടെ ചെവി